ഹരി ഓം. കൃഷ്ണമന്റെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 148ാമത്തെ ക്ലാസ്സാണ്. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഇന്ന് 6-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥ് നമ്പൂതിരി സാറാണ്. സാറിനെ ക്ലാസ് നയിക്കുന്നതിന് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം പഹനാവതു പഹനവോ ഭുനക്തു പഹവീരമിതവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ചന്ദ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിദഹകാതരയ ജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം ബഹുഭൂതഹൃദയം മുനിമാനദോസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 6-ാം അധ്യായം 6-ാമത്തെ ശ്ലോകം മുതൽ എടുക്കുന്നു. കഴിഞ്ഞ ദിവസം 5 വരെയാണ് എടുക്കുന്നത്. ഹിരൺമയ പുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസ അപ്സു പർവ്വപത്തോപബന്ധിതാം. കഴിഞ്ഞ ശ്ലോകത്തില് ആ ഭഗവാനിൽ തന്നെയുള്ള തത്വങ്ങൾ വിരാട് പുരുഷ ശരീരത്തിൽ ജനിപ്പിച്ചത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. ഈശ്വരൻ തന്റെ അംശം കൊണ്ട് തന്നെ ഈ തത്വങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് ആ പഞ്ചഭൂതാത്മകമായി 23 തത്വങ്ങളെ ഒന്നിച്ചു കൂട്ടി യോജിപ്പിച്ച് അതിലേക്ക് പ്രവേശിച്ച് തൻ്റെ അംശം കൊണ്ട് വിരാട് എന്നുള്ള സ്വരൂപത്തെ സ്വീകരിച്ചു. അതിന് കാരണമായി ഇവയെ കൂട്ടിയോജിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സംക്ഷോഭം, ഒരു വിസ്ഫോടനം. അതാണ് ഇവിടെ വിരാട് പുരുഷൻ എന്നുള്ള സൃഷ്ടിക്ക് കാരണമായി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. ഹിരൺമയൈ സ്വപുരുഷ, ആ പുരുഷൻ വിരാട് പുരുഷൻ ഹിരൺമയനാണ്. സ്വർണത്തിന്റെ മയം ഉള്ളവന്, സ്വർണമയമാണ്. ആകൃതിയില്, ഗുണത്തിൽ, രൂപത്തിൽ, കഠിനതയിൽ, വർണ്ണത്തിൽ ഒക്കെ ഹിരൺമയനാണ്. സഹസ്രപരിവത്സരാൻ, 1000-ഓളം വത്സരങ്ങൾ, വർഷങ്ങളോളം. ആണ്ഡകോശ ഉവാസ അപ്സു, അപ്സു വെള്ളത്തിലുള്ള ആണ്ഡകോശത്തിൽ, അണ്ഡത്തെ സംബന്ധിക്കുന്ന കോശമാണ് ആണ്ഡകോശം. ബ്രഹ്മ അണ്ഡം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് അർത്ഥം. അണ്ഡത്തിന് മുട്ടയെന്നും മറ്റു പല അർത്ഥങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വരൂപം. ആ സ്വരൂപം, അതേ സ്വരൂപം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ വെള്ളത്തിനകത്ത് 1000 വർഷത്തോളം ഉവാസ വസിച്ചു. സർവസത്തോപബ്രംഹിത, സർവപ്രാണികളോടും കൂടിയവരായിട്ട്. ഇവിടെ സത്വത്തിന് പ്രാണി എന്ന അർത്ഥം, ഗുണമല്ല.
സർവപ്രാണികളോട് ഉപബൃംഹണം ചെയ്തവൻ, പ്രപഞ്ചത്തുള്ള സമസ്ത ജീവജാലങ്ങളെയും തൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അങ്ങനെ വിരാജിക്കുന്ന ഒരു പുരുഷനായി, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അണ്ഡകോശ സ്വരൂപനായിട്ട് ആ വിരാട് പുരുഷൻ 1000ഓളം വർഷം ജലത്തിൽ അങ്ങനെ കഴിച്ചുകൂട്ടി. ഹിരൺമയ ഫപുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസാപ്സു സർവസത്വോപരിംസിത. അപ്സു ആണ്ഡകോശേ ഹിരൺമയഃ ഫപുരുഷഃ സർവസത്വോപബൃംഹിതഃ സഹസ്രപരിവത്സരാൻ ഉവാസ. ഹിരൺമയ ഫപുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസാപ്സു സർവസത്വോപബൃംഹിത. ഹിരൺമയ ഫപുരുഷ സഹസ്രപരിവത്സരാൻ ആണ്ഡകോശ ഉവാസാപ്സു സർവസത്വോപബൃംഹിത. ഫവൈ വിശ്വപ്രജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭാജാത്മനാത്മാനം ഏകഥാ രസഥാ ത്രിധാ. ഫവൈ അവൻ തന്നെ വിശ്വപ്രജാം ഗർഭ വിരാട് പുരുഷനെ ഉള്ളിൽ ഈ സമസ്ത ഭൂതജാലങ്ങളെയും പ്രാണിവർഗങ്ങളെയും ഉള്ളിൽ ഗർഭിച്ചുകൊണ്ട്, വിശ്വത്തെ മുഴുവൻ സൃഷ്ടിക്കാനുള്ള സമസ്ത ഉപകരണങ്ങളെയും ഉള്ളിൽ ഗർഭിച്ചുകൊണ്ട് ദേവ കർമ്മ ആത്മശക്തിമാൻ, ദേവ കർമ്മ ആത്മശക്തികളോട് കൂടിയവനായിട്ട്, ദേവശക്തി, കർമ്മശക്തി, ആത്മശക്തി എന്ന് 3 ശക്തികളോട് കൂടിയവനായിട്ട് ആത്മാനം തന്നെ ആത്മാനം ഏകഥ ദശഥ ത്രിധ വിഭഭാജ തന്നെ 1ആയിട്ടും 10ആയിട്ടും 3ആയിട്ടും വിഭജിച്ചു. വിഭജിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സമഷ്ടിയായ ഹിരൺമയനായ ആ പുരുഷൻ അണ്ഡകോശത്തിൽ വളരെ കാലം ശയിച്ചതിന് ശേഷം അവനിൽ നിന്ന് ഓരോരോ ശരീരങ്ങളും ഇന്ദ്രിയങ്ങളും ഉണ്ടായി എന്ന് പറയാൻ പുറപ്പെടുകയാണ്. ഈ സമഷ്ടി പുരുഷൻ ഭഗവാന്റെ അംശമായ ചിച്ഛക്തി അല്ലെങ്കിൽ അറിവിന്റെ ശക്തി, ഈ ക്രിയാശക്തി, ജീവരൂപശക്തി, ഇതിനെയാണ് 3 ശക്തികൾ എന്ന് പറഞ്ഞത്. ദേവശക്തി എന്നുള്ളത് ചിച്ഛക്തിയാണ്. രണ്ടാമത് പറഞ്ഞ കർമ്മശക്തി ഇവിടെ ക്രിയാശക്തിയാണ്. മൂന്നാമത് പറഞ്ഞ ആത്മശക്തി ജീവരൂപത്തിന്റെ ശക്തിയുമാണ്. അപ്പൊ ചിത്തക്രിയ രൂപം എന്ന് 3 ശക്തികൾ. ലോകത്തിൽ കാണപ്പെടുന്നതെല്ലാം ഈ പുരുഷനിൽ അടങ്ങിയിരിക്കുന്നതാണ്. ചിത്ത ചൈതന്യമായിട്ട്, പിന്നെ ക്രിയാശക്തി പഞ്ചപ്രാണന്റെ വ്യാപാരങ്ങളായിട്ട്, 5 5 10 പ്രാണനായിട്ട്, ആത്മശക്തിയെ 3ആയിട്ട്, ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന് 3ആയിട്ട് പ്രകാശിപ്പിച്ചു. അപ്പൊ ഈ 3 ഭാവങ്ങളെ കൊണ്ട്, ദേവഭാവം കൊണ്ട്, കർമ്മഭാവം കൊണ്ട്, ആത്മഭാവം കൊണ്ട് ആണ് സൃഷ്ടി മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഈ ആത്മഭാവത്തെ 3ആയിട്ട് വീണ്ടും വിഭജിച്ചു. അധ്യാത്മം, അധിദൈവം, അധിഭൗതികം എന്ന് 3ആയിട്ട് പ്രകാശിക്കും. അതാണ് ഏകഥ ദശഥ ത്രിധ. 1ആയിരുന്നു,
വിരാട് പുരുഷനായിരുന്നു. അത് കർമ്മങ്ങളിലൂടെ 10 പ്രാണനായി പരിണമിച്ചു. അതിൽ നിന്നും ആത്മശക്തി 3ആയിട്ട് പരിണമിച്ചു. അതിനെയാണ് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്ന് 3ആയിട്ട്. ഏകഥ, ദശഥ, ത്രിധ വിഭജിച്ചു. പവൈ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭാജാത്മാനം ഏകഥ ദശഥ ത്രിധാം. ദേവകർമ്മ ആത്മശക്തിമാൻ പവൈ വിശ്വസൃജാം ഗർഭ ആത്മന ആത്മാനം ഏകഥ ദശഥ ത്രിധാ വിഭാജ. പവൈ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭാജ ആത്മനാത്മാനം ഏകഥ ദശഥ ത്രിധാം. പവൈ വിശ്വസൃജാം ഗർഭോ ദേവകർമാത്മശക്തിമാൻ വിഭാജ ആത്മനാത്മാനം ഏകഥ ദശഥ ത്രിധാം. ഏഷക്ഷ്യശേഷഭത്വാനാം ആത്മാംശ പരമാത്മനാം ആദ്യോപതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭവ്യതേ. ഇവൻ ഈ ആകട്ടെ അശേഷഭത്വാനാം ആത്മാംശ, എല്ലാ പ്രാണിവർഗങ്ങളുടെയും ആത്മാംശമാണ്. അശേഷഭത്വാനാം ആത്മാംശ. ഇവിടെ ഫത്വത്തിന് പ്രാണൻ, പ്രാണിവർഗങ്ങൾ, ജീവവർഗങ്ങൾ എന്നർത്ഥം. എല്ലാ പ്രാണിവർഗങ്ങളിലെയും ആത്മാംശ പരമാത്മന, പരമാത്മാവിൻ്റെ ആത്മാംശമാണ്. ആദ്യോ അവതാരോ, ഇതാണ് ആ പരമാത്മ സ്വരൂപത്തിൻ്റെ, ബ്രഹ്മചൈതന്യ സ്വരൂപത്തിൻ്റെ ആദ്യ അവതാരം വിരാട് പുരുഷൻ. ആദ്യത്തെ അവതാരം എന്താണെന്ന് വെച്ചാൽ വിരാട് പുരുഷൻ. എത്ര അസോ ഭൂതഗ്രാമോ വിഭാവ്യത. ഇവനാണ് സമസ്ത ഭൂതങ്ങളും ഇവനിൽ നിന്നാണ് കാണപ്പെടുന്നത്. വിഭാവ്യതയെ ഭാവന ചെയ്യപ്പെടുന്നു, കാണപ്പെടുന്നു. ഇവനിൽ നിന്നാണ് പിന്നീടുണ്ടായ സമസ്ത ഭൂതജാലങ്ങളും ഉണ്ടായത്. അപ്പം ആദ്യം സമഷ്ടി പുരുഷനായ വിരാട് പുരുഷനെ കുറിച്ച് പറഞ്ഞു. ആ വിരാട് പുരുഷന്റെ ഉള്ളിൽ സകല ജീവജാലങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ജീവജാലങ്ങളെയും സൃഷ്ടിക്കാൻ വേണ്ടി ഈ വ്യക്തികളായ വേർതിരിഞ്ഞിരിക്കുന്ന ജീവാത്മാക്കളും അതേപോലെ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്. എന്നാൽ ജീവാത്മാവിനെ പോലെയല്ല, പരമാത്മാവിൻ്റെ ഒന്നാമത്തെ അവതാരമാണ് വിരാട് പുരുഷൻ. സ്ഥാവരജംഗമായിരിക്കുന്ന ഈ വിശ്വം ഈ പുരുഷനാകുന്ന ഈ അധിഷ്ഠാനത്തിൽ മുഴുവനും കാണാം. അതുകൊണ്ട് 1ആയിട്ടും 10ആയിട്ടും 3ആയിട്ടും ഒക്കെ ഭവിക്കാൻ സാമർഥ്യമുള്ളവരായി തീർന്നു ഈ വിരാട് പുരുഷൻ. ഏഷക്ഷ്യശേഷഭത്വാനാം ആത്മാംശ പരമാത്മനാം ആദ്യോവതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭവ്യതേ. ഹി ഏഷഃ അശേഷസത്വാനാം ആത്മാ പരമാത്മനഃ അംശഃ ആദ്യഃ അവതാരഃ യത്രാസോ ഭൂതഗ്രാമഃ വിഭാവ്യതേ. ഏഷക്ഷ്യശേഷഭത്വാനാം ആത്മാംശ പരമാത്മനാം ആദ്യോപതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭാവ്യതേ. ഏഷക്ഷ്യശേഷഭത്വാനാം ആത്മാംശ പരമാത്മനാം ആദ്യോപതാരോ യത്രാസോ ഭൂതഗ്രാമോ വിഭവ്യതേ. സ്വാധ്യാത്മസ്വാധിദൈവശ്ച സ്വാധിഭൂതൈതി ത്രിധാം വിരാട് പ്രാണോ ദശവിധ ഏകഥാ ഹൃദയേന ചാം. സ്വാധ്യാത്മ, ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന, സ്വാധിദൈവശ്ച, ആധിദൈവത്തെ ആശ്രയിച്ച്, സ്വാധിഭൂത, ആധിഭൂതത്തെ ആശ്രയിച്ച്, ഇങ്ങനെ ത്രിധാ 3 വിധത്തിൽ വിരാട് പ്രാണോ ദശവിധ ഏകഥാ ഹൃദയേന ച. 1ആയിട്ടും 10ആയിട്ടും ആണ് വിരാട് പുരുഷൻ വിഭജിച്ചു എന്ന് മുമ്പ് പറഞ്ഞു. ആ വിരാട് പുരുഷന്റെ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടും
ഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഓരോ ശരീരത്തോടും ദേവന്മാരുടെ സമൂഹത്തോടും കൂടിയവനായതുകൊണ്ട് അപ്പൊ ഈ വിരാട് പുരുഷനിൽ ഇരിക്കുന്ന ആത്മസത്ത, ജീവസത്വ എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ആ വിരാട് പുരുഷന്റെ ആത്മാവിനെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങളും ഭൂതങ്ങളും ദേവന്മാരുടെ സമൂഹത്തോടും കൂടിയവനാണ്. അതുകൊണ്ട് 3 പേരുണ്ട്: സ്വാധ്യാത്മൻ, സ്വാധിഭൂതൻ, സ്വാധിദൈവൻ എന്ന് 3 വിധത്തിലാണ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്ന 5 പ്രാണങ്ങൾ. നാഗൻ, കൂർമൻ, കൃകലൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്ന 5 ഉപപ്രാണങ്ങൾ. 5ഉം 5ഉം ഈ 10 പ്രാണങ്ങൾ. ഇങ്ങനെ 10 പേരുള്ള 10ആയിട്ട് വിഭജിക്കപ്പെട്ടു തൻ്റെ ആത്മസത്തെ. അപ്പൊ താൻ തന്നെയാണ് ഓരോ പ്രാണികളിലും പ്രാണവായുവായി പ്രവേശിച്ചത്. ഓരോ ജീവാത്മാക്കളുടെയും ഉള്ളിൽ പ്രാണവായുവായി താൻ തന്നെ പ്രവേശിച്ചു. ആ പ്രവേശിച്ച താൻ 5ഉം 5ഉം 10ആയി. 5 പ്രാണനും 5 ഉപപ്രാണനുമായിട്ട് വേർതിരിച്ചു. ഇനി ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് താൻ ഒരു വിധത്തിലായി. ഒറ്റ ഹൃദയമുണ്ട്, ബാക്കിയെല്ലാം ചിലപ്പോൾ 2 കാണും. ഹൃദയം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏകഥ, ഒന്നായിട്ട്. അപ്പൊ 10 വിധത്തിലുള്ള പ്രാണനും ഒന്നായ ഹൃദയത്തോടും ആധ്യാത്മം, ആധിദൈവം, ആധിഭൂതം എന്ന് 3 ആത്മസത്വത്തോടും കൂടിയവനായിട്ടാണ് ഈ പരമാത്മസ്വരൂപനായ ഈശ്വരൻ ജീവാത്മസ്വരൂപത്തിലേക്ക് പ്രാണരൂപത്തിൽ പ്രവേശിച്ചപ്പോൾ ഓരോ ജീവജാലങ്ങളിലും അധ്യാത്മബോധമായും ആധിദൈവ ബോധമായും ആധിഭൂതബോധമായും 3ആയിട്ട് കിട്ടും. ആ താൻ തന്നെ 10 പ്രാണനെ ആശ്രയിച്ച് ജീവജാലങ്ങളിൽ പ്രവേശിച്ചു. താൻ തന്നെ ഹൃദയസ്വരൂപത്തിൽ വസിക്കുന്നവനായി ഏകഥ. അങ്ങനെ താൻ എങ്ങനെയാണ് 3 വിധത്തിലിരുന്ന താൻ എങ്ങനെ ജീവാത്മാക്കൾ 3 വിധത്തിൽ സംക്രമിച്ചു എന്ന് ഒന്ന് വിസ്തരിച്ച് കാണിച്ചതാണ്. സ്വാധ്യാത്മസ്വാധിദൈവശ്ചാധിഭൂതേതി ത്രിധാം വിരാട് പ്രാണോദശവിധ ഏകഥാ ഹൃദയേന ചാം. സ്വാധ്യാത്മഃ, സ്വാധിഭൂതഃ, സ്വാധിദൈവഃ, ദശവിധഃ വിരാട് പ്രാണഃ ഹൃദയേന ഏകഥാ. സ്വാധ്യാത്മം സ്വാധിദൈവശ്ചാധിഭൂതേതി ത്രിധാം വിരാട് പ്രാണോദശവിധ ഏകഥാ ഹൃദയേന ചാം. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമഥോക്ഷജാം വിരാജമതപത്സ്വേന തേജസേഷം വിവൃത്തൈ. സ്മരൻ, ഓർമ്മിച്ചുകൊണ്ട്, വിശ്വസൃജാം ഈശഃ, വിശ്വത്തെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ, വിജ്ഞാപിതം അഥോക്ഷജഃ, അഥോക്ഷജനായ ഭഗവാൻ, വിജ്ഞാപിതം വിജ്ഞാപിപ്പിക്കപ്പെട്ടവനായി, പ്രാർത്ഥിക്കപ്പെട്ടവനായി, വിരാജം അതപത് വിരാട് പുരുഷനായ താൻ അതപത് തപസ്സു ചെയ്തു. അതപത് സ്വേന തേജഫ ഏഷാം വിവൃത്തെ, സ്വന്തം തേജസ് കൊണ്ട് ഏഷാം ഇവയുടെ വിവൃത്തയെ വിവിധ വൃത്തികൾ ലഭിക്കാൻ വേണ്ടി. അപ്പം ആ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ വിരാട് സ്വരൂപനായി താൻ തന്നെ വിരാട് സ്വരൂപനായ താൻ 3ആയിട്ടും 1ആയിട്ടും 10ആയിട്ടും പിരിഞ്ഞ് ഓരോ പ്രാണിവർഗങ്ങളിലും പ്രവേശിച്ചു. അങ്ങനെ പ്രാണികളിൽ പ്രാണൻ ഭഗവാനായി, പ്രാണികളുടെ ഹൃദയം ഈശ്വരനായി, ആ പ്രാണികളുടെ ഉള്ളിൽ
അധിദൈവമായും അധ്യാത്മമായും അധിഭൂതമായും 3 ഭാവനയിൽ ഈ ഈശ്വരൻ തന്നെ ജീവാത്മാക്കളായി ഓരോ ശരീരം പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സ്മരൻ വിശ്വസൃജാം ഈശ, സ്മരൻ ഓർമ്മിക്കുന്നവനായിട്ട്, വിശ്വസൃജാം ഈശ വിശ്വത്തെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ അധോക്ഷജനായി വിജ്ഞാപിതനായി എന്ന് സ്മരൻ ഓർമ്മിച്ചുകൊണ്ട് വിരാജം അതപത് തൻ്റെ വിരാട് സ്വരൂപത്തെ കൊണ്ട് തപസ്സു ചെയ്തു. സ്വന്തം തേജസ്സിൻ്റെ വിവൃത്തിക്കായിക്കൊണ്ട് വ്യക്തത വരുത്താൻ. ഓരോ ജീവജാലങ്ങളിലും ഞാനുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവർ തപസ് ചെയ്യും, അല്ല അറിയത്തില്ല. നമ്മളൊക്കെ ഉള്ളിൽ ഈശ്വരനുണ്ട്, ബ്രഹ്മമുണ്ട്, നമ്മളെങ്ങനെ അറിയാൻ പറ്റും? കൊണ്ടുണ്ട് എന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ നമ്മളും പറയും. പക്ഷെ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? തപസ് ചെയ്ത് താൻ ബ്രഹ്മമാണെന്ന് സാക്ഷാത്കരിച്ച് ഉറപ്പിക്കണം. അതുകൊണ്ട് ജീവാത്മാവിൽ പ്രവേശിച്ച ആത്മതത്വം തപസ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ലോക സൃഷ്ടിക്ക് ഉപകരണങ്ങളായ മഹത്ത ആദികളായ തത്വങ്ങളുള്ള ആ വിരാട് പുരുഷന്റെ സാന്നിധ്യം ഉണ്ടാകണം തനിക്ക് എന്ന് വിചാരിച്ച് ഈശ്വരന്റെ സങ്കല്പത്തെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ജീവാത്മാവ് എന്ന ആ പുരുഷൻ തപസ്സു ചെയ്തു എന്ന്. അപ്പൊ ആദ്യമായും ഓരോ ജീവാത്മാക്കളിൽ പ്രവേശിക്കുന്ന ഈശ്വര സത്ത അവിടെ ഇരുന്നു കൊണ്ട് തപസ്സു ചെയ്യുകയാണ് ചെയ്തത്. ഗർഭത്തിലൊരു ശിശു പ്രവേശിച്ചാൽ 10 മാസം തപസ്സാണ്. അതിലിരുന്ന് തപിക്കുകയാണ്, തപസ് ചെയ്യുക. അതിനുശേഷമാണ് പുറത്തേക്ക് വരുന്നത്. എല്ലാ ജീവാത്മാക്കളും അങ്ങനെ തന്നെയാണ്. മുട്ടയിലാണെങ്കിൽ മുട്ട വിരിയുന്നതിനുള്ള കാലം അത്രയും. ഏത് തരത്തിലുള്ള സൃഷ്ടിയാണെങ്കിലും അതൊരു തപസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ ജീവാത്മാവെന്ന പുരുഷൻ അതപത് തപസ്സു ചെയ്തു എന്നർത്ഥം. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമധോക്ഷജാം വിരാജമതപത് സ്വേന തേജസീഷാം വിവൃത്തയേം. ഈശ അധോക്ഷജ വിശ്വസൃജാം വിജ്ഞാപിതം സ്മരൻ സ്വേന തേജസ ഏഷാം വിരാജം അതപത്. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമധോക്ഷജാം വിരാജമതപത് സ്വേന തേജസീഷാം വിവൃത്തയേം. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമധോക്ഷജാം വിരാജമതപത് സ്വേന തേജസീഷാം വിവൃത്തയേം. അതതസ്യാഭിതത്തസ്യാം പതിച ആയതനാനിഹാം നിരഭിദ്യത ദേവാനാം താനി മേ ഗതത ശൃണു. അഥ അനന്തരം തസ്യ അഭിതപ്തസ്യ, അങ്ങനെ തപിച്ച അവന്റെ കതിച ആയതനാനി ഹ, കതി എന്ന് വെച്ചാൽ എത്ര, ആയതനങ്ങൾ വാസഗൃഹങ്ങൾ, എത്ര വാസഗൃഹങ്ങൾ ഉണ്ടായി. ഇങ്ങനെ തപിച്ച ആ ജീവാത്മാവിന് ഈ ശരീരത്തിൽ ജീവിക്കാൻ ആവശ്യമായ വാസഗൃഹം ശരീരം അല്ലേ? ജീവാത്മാവിന് താമസിക്കാൻ പറ്റിയ ഒരു കൂടാണ് നമ്മുടെ ഈ ശരീരം. ഭഗവാന് വസിക്കാനുള്ള ഒരു വാസഗൃഹമാണ് നമ്മുടെ ശരീരം. അങ്ങനെ ആ ശരീരം ഏതൊക്കെ തരത്തിലുണ്ടായി? കതിച്ച ആയതനാനി നിരഭിദ്യന്ത, അതെങ്ങനെ വേർപിരിഞ്ഞു? സമഷ്ടി സ്വരൂപത്തിൽ ഒരു അണ്ടാകൃതിയിലിരുന്ന ആ ചൈതന്യത്തിൽ നിന്നും ഓരോരോ അവയവങ്ങൾ എങ്ങനെ എപ്പോൾ വേർപിരിഞ്ഞു എന്നാണ് അടുത്ത ചോദ്യം. നിരഭദ്യന്ത, എങ്ങനെ ഭേദിക്കപ്പെട്ടു? ദേവാനാം താനിമേ ഗതത ശൃണു. അധ്യാത്മം, അധിദൈവം, അധിഭൂതം എന്നിങ്ങനെ 3 ശക്തി കൊണ്ട് എങ്ങനെയൊക്കെയാണ്
അവയവങ്ങൾ വേർപിരിഞ്ഞത് എന്ന് ഗതതഃ മേ ശൃണു. ഗതതഃ മേ പറയുന്ന എന്നിൽ നിന്നും താനി അവകളെ ശൃണു കേട്ടുകൊള്ളുക. ഞാൻ പറയാൻ പോവാണ്, കേട്ടുകൊള്ളുക. അടുത്ത ശ്ലോകം മുതൽ സൃഷ്ടിയുടെ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് വിസ്തരിക്കാൻ പോവാണ്. എങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ അവയവങ്ങൾ ഉണ്ടായി എന്ന് ഇതാർക്ക് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പലരും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ജീവാത്മാവിന് പല രൂപങ്ങൾ, ഭാവങ്ങൾ ഉണ്ടായത് എന്ന്. ആദ്യം ഗർഭത്തിൽ അതൊരു മാംസകഷ്ണം മാത്രമായിരുന്നു. ആ മാംസകഷ്ണത്തിനെ ഏതേത് അവയവങ്ങൾ എപ്പോൾ എങ്ങനെയൊക്കെ മുളച്ചു പൊട്ടി വന്നു എന്നാണ് ചോദ്യം. അത് ഈശ്വര ശക്തി കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതെങ്ങനെ ഉണ്ടായി വന്നു? നമുക്ക് സൃഷ്ടിയുടെ രഹസ്യത്തിൽ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കാൻ. അഥതഫ്യാഭിതത്വഫ്യാ കതിച ആയതനാനിഹാം നിരഭദ്യന്ത ദേവാനാം താനിമേ ഗതത ശൃണു. ഞാൻ പറയുന്നത് കേട്ടോളൂ. അഥ അഭിതത്വഫ്യതഫ്യാം ദേവാനാം കതി ആയതനാനി നിരഭിദ്യന്ത ഗതതഃ മേ താനി ശൃണു. അഥതഫ്യാഭിതത്വഫ്യാ കതിച ആയതനാനിഹാം നിരഭിദ്യന്ത ദേവാനാം താനി മേ ഗതത ശൃണു. അഥതഫ്യാഭിതത്വഫ്യാ കതിച ആയതനാനിഹാം നിരഭിദ്യന്ത ദേവാനാം താനി മേ ഗതത ശൃണു. തഫ്യാഗ്നിരാഫ്യൻ ഭിന്നം ലോകപാലോ വിശത്പദം വാചാ വാംശേന വക്തവ്യം യയാഫൗ പ്രതിപദ്യതേ. ഈശ്വരന്റെ തപസ്സെന്ന ആലോചനയ്ക്ക് വിഷയമായി ഭവിച്ച ആ വിരാട് പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ദേവന്മാർക്കിരിപ്പാനുള്ള എത്ര സ്ഥാനങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറയാൻ കേട്ടുള്ളൂ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദേവന്മാരുടെ സ്ഥാനമാണ്. അവയുടെ പ്രവൃത്തിയുണ്ട്, അതിൻ്റെ ഫലം. ഈ 3 വിഷയങ്ങളാണ് അവതരിപ്പിക്കാൻ പോവുക. തഫ്യാഗ്നിരാഫ്യം ഭിന്നം ലോകപാലോ വിശത്പദം വാചാ വാംശേന വക്തവ്യം യയാഫോ പ്രതിപദ്യതേ. തഫ്യാം അവന്റെ, അഗ്നിഹി ആഫ്യം നിർഭിന്നം അവന്, ആഫ്യം നിർഭിന്നം മുഖമുണ്ടായി. ഇവിടെ മുഖം എന്നുള്ള വാക്കിന്റെ അർത്ഥം വായ എന്നാണ്. ലോകപാലോ അവിശത്പദം ലോകപാലന്മാരിൽ ഒരാളായ അഗ്നി ആ സ്ഥാനത്തെ സ്വാംശീകരിച്ചു. തഫ്യ അഗ്നിഹി അഭിതപ്തഫ്യ അഗ്നിഹി ആഫ്യം നിർഭിന്നം ലോകപാലോ അവിശത്പദം. അങ്ങനെ മുഖത്തിന്റെ ഭാഗത്തൊരു സുഷിരമുണ്ടായി, അത് വായായിട്ട്. അതിൽ ലോകപാലൻ ആയ അഗ്നി ആവേശിച്ചു. അപ്പോൾ വായിലെ അവയവങ്ങൾ അഗ്നിയുടെ സാന്നിധ്യം കൊണ്ട് പ്രവർത്തിക്കുന്നു. വാക്കുണ്ടാകുന്നത് അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ആഹാരം വായിലേക്കിട്ട് അത് ചവച്ചരച്ച് പാകം ചെയ്യുന്ന അഗ്നിയുടെ സാന്നിധ്യം. അപ്പൊ വായുടെ ദേവത അഗ്നിയാണ്. അഗ്നിദേവതാത്മകമാണ് വായ. വാചാ ഫാംശേന വക്തവ്യം. ആ സമഷ്ടി പുരുഷൻ വ്യഷ്ടിപുരുഷനായി തീർന്നപ്പോൾ വാക്കെന്ന സ്വന്തം അംശം കൊണ്ട് പറയപ്പെടേണ്ടതായി. വക്തവ്യം യയാഫൗ പ്രതിപദ്യതേ.
ഓരോ അംഗങ്ങളെക്കുറിച്ച് പറയുന്നു, ആ അംഗത്തിൽ വസിക്കുന്ന ദേവന്മാരെ കുറിച്ച് പറയുന്നു, ആ അംഗങ്ങൾക്ക് കൊണ്ട് ചെയ്യേണ്ട കർമ്മം പറയുന്നു, അതിൻ്റെ ഫലവും പറയും. അപ്പൊ ആദ്യമുണ്ടായത് മുഖമാണ്, വായാണ്. അതിൽ അഗ്നിദേവന്റെ സാന്നിധ്യമുണ്ട്. അഗ്നിദേവൻ ലോകപാലനാണ്. അതിൽ നിന്നും വാക്ക് സംസാരിക്കാനുള്ള ശക്തി ഉണ്ടായി. ജനിച്ചു വീഴുന്ന കുട്ടി ആദ്യം കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്, നാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. വാക്കുകൾ ഉച്ചരിച്ചില്ലെങ്കിലും അത് കരയാൻ പറ്റും. ആദ്യം മുഖമുണ്ടായി. അഗ്നി എന്ന ദേവന്റെ അംശമാണ്. അത് വാക്കോടുകൂടിയാണ് പ്രവേശിച്ചത്. ജീവൻ ആ വാക്കുകൊണ്ട് പറയാൻ വിഷയത്തെക്കുറിച്ച് പറയുന്നു എന്നർത്ഥം. വാക്കുകൊണ്ട് എന്താണ് പറയുക? ആശയങ്ങളെ പറയുക. അപ്പൊ വാക്കുണ്ടായതിന്റെ ഫലം എന്താണ്? ആശയങ്ങൾ പുറത്തു പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ മുഖം ആ അധിഭൂതമാണ്. ദേവന്മാർ അല്ലെങ്കിൽ അഗ്നി അധിദൈവമാണ്. അധ്യാത്മം വാക്കാണ്. ഈ മൂന്നെണ്ണം ഇനിയും പറയുന്ന എല്ലാറ്റിലും ഉണ്ട്. അധ്യാത്മം, അധിദൈവം, അധിഭൂതം. ആദ്യത്തെ സൃഷ്ടിയിലെ മുഖം അധിഭൂതമാണ്. മുഖം അധിഷ്ഠാനമാണ്, ആധാരമാണ്. അതിലുള്ള ദേവൻ അധിദൈവമാണ്, അഗ്നിയാണ്. അതുകൊണ്ടുള്ള ഫലം സംഭാഷണമാണ്, വാക്കുച്ചരിക്കലാണ്. അത് അധ്യാത്മമാണ്. അധിഭൂതം മുഖമായി, അധിദൈവം അഗ്നിയായി, അധ്യാത്മം വാക്കായി. ഇത് ഓർത്തിരിക്കുക. എല്ലായിടത്തും ഞാൻ ഇനിയും വിസ്തരിച്ച് പറയാൻ നിൽക്കില്ല, കാരണം നമുക്ക് തീരില്ല. ഭാഗവതത്തിൽ ഏറ്റവും മനസ്സിലാക്കാൻ വിഷമമുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം. സയൻസ് പഠിച്ചാലും സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലും ഭാഷ പഠിച്ചാലും സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഈ സൃഷ്ടിക്രമം. എങ്കിലും ഞാൻ ആവും വിധത്തിൽ ലളിതമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ചില ടേമുകളും വാക്കുകളും ഒക്കെ മാത്രം ഓർത്തിരുന്നാൽ മതിയാകും. ബാക്കി വിട്ടുകളഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാം അറിഞ്ഞോണം എന്ന് നിർബന്ധം പിടിക്കേണ്ട. കാരണം ഒരു 10 പ്രാവശ്യം വായിച്ചാലേ ഇത് മനസ്സിൽ നിൽക്കുള്ളൂ. ഉറയ്ക്കും. ഒരു 50 പ്രാവശ്യം കേൾക്കുക. ഒറ്റ പ്രാവശ്യം നിങ്ങളിപ്പോൾ കേൾക്കും. അതുകൊണ്ട് അതിൽ 50 അംശം മാത്രമേ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് പല പ്രാവശ്യം കേൾക്കണം. എൻ്റെ ഈ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഇനിയും കേൾക്കാം. വീണ്ടും വീണ്ടും കേട്ട് 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 വരുമ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് തപസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊരു വിഷയമായത്. ഒന്നുകിൽ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കേട്ടപടി മനസ്സിലായത് മതിയാക്കി നിർത്തുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാതെ വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾക്ക് ഇനി അറിയാൻ സാധിക്കുമെന്ന് സത്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇത്രയും വിസ്തരിച്ച് പറഞ്ഞാൽ ഇനി ഇത്രയും വിസ്തരിച്ച് പറയില്ല. ഓരോ അവയവങ്ങൾ വേർപെടുമ്പോഴും 3 കാര്യം അറിയാനുണ്ട്. ഒന്ന് അധിഭൂതം, പിന്നൊന്ന് അധിദൈവം, പിന്നൊന്ന് അധ്യാത്മം. ഇവിടെ ഉദാഹരണം ആദ്യമുണ്ടായത് മുഖമാണ്, അത് അധിഭൂതമാണ്. അതിൽ ഒരു ദേവതയുടെ സാന്നിധ്യമുണ്ടായി, അഗ്നിദേവനാണ്, അത് അധിദൈവമാണ്. അതിൻ്റെ ഫലം വാക്കുച്ചരിക്കലാണ്, അത് അധ്യാത്മമാണ്. ഈ 3 വിഷയം. തസ്യാഗ്നിരാശ്യം നിർഭിന്നം ലോകപാലോ വിശത്പദം വാചാ സ്വാംശേന വക്തവ്യം യയാസോപതിപദ്യതേ. തസ്യാഗ്നിരാശ്യം നിർഭിന്നം ലോകപാലോ വിശത്പദം വാചാ സ്വാംശേന വക്തവ്യം യയാസോപതിപദ്യതേ. തസ്യാം ആശ്യം നിർഭിന്നം ലോകപാലഃ അഗ്നിഃ പദം സ്വാംശേന വാചാ അവിശത് അസൗ വക്തവ്യം യയാ പ്രതിപദ്യതേ. തസ്യാഗ്നിരാശ്യം ഭിന്നം ലോകപാലോ വിശത്പദം വാചാ സ്വാംശേന വക്തവ്യം യയാസോ പ്രതിപദ്യതേ.
ഇനി അടുത്ത അവയവം മറുപടി പറയാം. നിർഭിന്നം താലു വരുണോ ലോകപാലോ വിശദ്ധരേ ജിഹ്വയംശേന രഥം യേ ആഫോപതിപദ്യതേ. താലു നിർഭിന്നം. താലു എന്ന് വെച്ചാൽ അണ്ണാക്ക്. അണ്ണാക്ക് വേർപിരിഞ്ഞു എന്ന്. അണ്ണാക്ക് വേർപിരിഞ്ഞിടത്ത് ദേവൻ വരുണനാണ്. ലോകപാലന്മാരിൽപ്പെട്ട ഒരാളാണ്. മുമ്പേ അഗ്നിയായിരുന്നു, ഇപ്പൊ വരുണനാണ്. ലോകപാലോ അവിശത് ഹരേഹേ. ഹരിക്ക് ഈ വിരാട് പുരുഷന്റെ ജീവാത്മ ഭാവനയ്ക്ക് ഇപ്പോൾ താലു എന്ന സ്ഥാനം പിളർന്നുണ്ടായി. അവിടെ വരുണൻ എന്ന ദേവതയായി. അതിൽ നിന്നും ഉണ്ടായ ഫലം നാവാണ്. മേലെണ്ണാക്കിൽ നിന്നുമാണ് നാക്ക് താഴേക്ക് വളർന്നു വരിക. യാതെന്നുകൊണ്ട് അഫോ ഇവൻ രസം പ്രതിപദ്ധ്യത. ആ നാവ് കൊണ്ടാണ് സ്വാദറിയുന്നത്. സ്വാദറിയാനാണ് നാവ് ഉപകരിക്കുന്നത്. അപ്പം മൂന്നുമായി. താലു അധ്യാത്മമാണ്, വരുണൻ അതിദൈവമാണ്, രസം അറിയുക ഇന്ന് ജിഹ്വ നാവ് അധ്യാത്മമാണ്. അതിഭൂതം, അതിദൈവം, അധ്യാത്മം. അപ്പം ആദ്യം ഉണ്ടായത് വായാണ്, പിന്നുണ്ടായത് നാവാണ്. വായുടെ ദേവത അഗ്നിയാണ്, നാവിൻ്റെ ദേവത വരുണനാണ്. വായുണ്ടായത് സംഭാഷണം ചെയ്യാനാണ്, നാവുണ്ടായത് രസം ആസ്വദിക്കാൻ. വരുണൻ ജലാധിപതിയാണ്. നാവിൽ വെള്ളമാണുള്ളത്. വെള്ളമുണ്ടെങ്കിലേ നാവ് പ്രവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ നാവിൽ ഒന്നും അറിയാൻ പറ്റില്ല. നാവിൻ്റെ അറ്റത്ത് ജലാംശമുണ്ടെങ്കിലേ രസം അറിയാൻ പറ്റും. അതുകൊണ്ട് കറിക്കൊക്കെ ഉപ്പുണ്ടോ എന്ന് നോക്കുന്ന നാവിൻ്റെ അറ്റം കൊണ്ടാണ്, നാവിൻ്റെ നടുക്കൊഴിച്ചിട്ടല്ല. ജിഹ്വയുടെ അംശത്തിൽ അഗ്രത്തിലാണ് രസം ഇരിക്കുന്നത്. അവിടെ വെള്ളമയം ഉണ്ടെങ്കിൽ രസം അറിയാൻ പറ്റും. ഉപ്പറിയാം, മധുരം അറിയാം, എരിവറിയാം, ഒക്കെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ ദേവത ജലാധിപതിയായ വരുണനാണ്. നിർഭിന്നം താലു വരുണോ ലോകപാലോ വിശദ്ധരേ ജിഹ്വയാംശേന ചരഫം യാഫോപതിപദ്ധ്യതേ ഹരേഹേ. താലു നിർഭിന്നം, ലോകപാലഃ വരുണഃ അംശേന ജിഹ്വയാം അവിശത് യയാ അഫൗ രഫം പ്രതിപദ്ധ്യത്തെ. നിർഭിന്നം താലു വരുണോ ലോകപാലോ വിശദ്ധരേ ജിഹ്വയാംശേന ച രഫം യയാ അഫൗ പ്രതിപദ്ധ്യതേ. നിർഭിന്നേ അശ്വിനോ നാഭേ വിഷ്ണോഃ ആവിശതം പദം ഘ്രാണേന അംശേന ഗന്ധവ്യ പ്രതിപത്തിര്യതോ ഭവേത്. നിർഭിന്നേ അശ്വിനൗ നാഭേ. വിഷ്ണോഃ ആ വിഷ്ണുവിനെ. നിർഭിന്നേ നാഭേ പിന്നെ പിളർന്നു വന്നത് നാഭയാണ്, മൂക്കാണ്. ആദ്യം മുഖം, പിന്നെ നാവ്, പിന്നെ മൂക്ക്. നിർഭിന്നേ നാഭേ വിഷ്ണോഃ അശ്വിനൗ അവിശതാം പദം. അശ്വിനി ദേവതകളാണ് ഇതിൻ്റെ ദേവത. മൂക്കിൻ്റെ ദേവത അശ്വിനി ദേവതകളാണ്. ഘ്രാണേന അംശേന ഗന്ധവ്യ പ്രതിപത്തിര്യതോ ഭവേത്. അംശം കൊണ്ട്, ഘ്രാണത്തിൻ്റെ അംശം കൊണ്ട്, മണക്കൽ എന്ന ഭാഗം കൊണ്ട് ഗന്ധത്തിൻ്റെ പ്രതിപത്തി, മണത്തിൻ്റെ അറിവ് യാതൊന്നുകൊണ്ടാണോ ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഇത് നാഭയായി. അടുത്ത വിരാട് പുരുഷനായ ഈ വിഷ്ണുവിന് നാഭികയുണ്ടായി. അത് അധ്യാത്മമാണ്. അതിൻ്റെ ദേവത അശ്വിനി ദേവതകളാണ്, അതിദൈവമാണ്. അതിൻ്റെ പ്രവർത്തനം മണമറിയലാണ്. അത് അധ്യാത്മം. ഇങ്ങനെ മൂന്ന്. ഇനി എല്ലാവർക്കും ഞാനത് പറയില്ല. അത് നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ.
നിർഭിന്നേ അശ്വിനോ നാഭേ വിഷ്ണോരവിശദം പദം ഘ്രാണേനാംശേന ഗന്ധവ്യ പ്രതിപത്തിരിയതോ ഭവേത്. വിഷ്ണോः നിർഭിന്നേ നാഭേ അശ്വിനൗ अंशेन घ्राणेन पदम् अभिशताम् यतः गन्धस्य प्रतिपत्तिः भवेत्. निर्भिन्ने अश्विनो नाभे विष्णोः अभिशतं पदं घ्राणेन अंशेन गन्धस्य प्रतिपत्तिर्यतो भवेत्. निर्भिन्ने अश्विनो नाभे विष्णोराविशतं पदं घ्राणेन अंशेन गन्धस्य प्रतिपत्तिर्यतो भवेत्. നിർഭിന്നേ അക്ഷിണീ ത്വഷ്ട്രാ ലോകപാലോ വിശദ്വിഭോ ചക്ഷുഷാംശേന രൂപാണാം പ്രതിപത്തിരിയതോ ഭവേത്. അടുത്തത് വിഭുവായ ഈശ്വരനെ അക്ഷിണീ നിർഭിന്നേ കണ്ണുകൾ പൊട്ടിവിടർന്നു. അക്ഷിണീ ദ്വിവചനമാണ്, രണ്ട് കണ്ണുകൾ. നിർഭിന്നേ പിളർന്നുണ്ടായി. അവിടെ ലോകപാലനായ ത്വഷ്ടാവ് അല്ലെങ്കിൽ സൂര്യനാണ് ദേവൻ. നിർഭിന്നേ അക്ഷിണീ ത്വഷ്ടാവ് സൂര്യൻ. ലോകപാലനാണ്, ലോകത്തെ പാലിക്കുന്ന ഒരാളാണ് ത്വഷ്ടാവ്. അവിശദ് അതിലേക്ക് പ്രവേശിച്ചു. ചക്ഷുഷാംശേന കണ്ണിന്റെ അംശം കൊണ്ട് രൂപാണാം പ്രതിപത്തി ഇതോ പറയും. ഇതിന്റെ ഉപയോഗം എന്താണ്? രൂപങ്ങളുടെ തിരിച്ചറിവ്. അപ്പൊ ഇപ്പോൾ അധിഭൂതമായ കണ്ണുണ്ടായി, ആ കണ്ണിന്റെ ദേവത സൂര്യനായി. അതുകൊണ്ട് കാഴ്ചകൾ കാണുക എന്നുള്ള ഫലം അധ്യാത്മം. നിർഭിന്നേ അക്ഷിണി ത്വഷ്ടാലോകപാലോ വിശദ്വിഭോ ചക്ഷുഷാംശേന രൂപാണാം പ്രതിപത്തിരിയതോ ഭവേത്. വിഭോः അക്ഷിണീ നിർഭിന്നേ ലോകപാലഃ ത്വഷ്ടാ अंशेन अविशत् यतः रूपाणां प्रतिपत्तिः भवेत्. निर्भिन्ने अक्षिणी त्वष्टा लोकपालो विशद्धरे अविशद्विभो चक्षुषांशेन रूपाणां प्रतिपत्तिर्यतो भवेत्. निर्भिन्ने अक्षिणी त्वष्टा लोकपालो विशद्विभो चक्षुषांशेन रूपाणां प्रतिपत्तिर्यतो भवेत्. निर्भिन्नान्यस्य धर्माणि लोकपालो निरोविशत् प्राणेनांशेन संस्पर्शन् येनाथो प्रतिपद्यते. നിർഭിന്നാനി അഫ്യ ചർമ്മം. അഫ്യ ഇവന്, ഈ വിഷ്ണുവിന് ചർമ്മാണി ത്വക്കുകൾ നിർഭിന്നാനി ഉണ്ടായി. പിന്നീടുണ്ടായത് ത്വക്കാണ്. ധർമാണി ലോകപാലോ അനിലോ കൽപ്പ. അവിടെ ലോകപാലനായ അനിലൻ വായു. അപ്പൊ ഇതിന്റെ ദേവത അധിദൈവം വായുവാണ്. അപ്പൊ അടുത്തൊരു ചർമ്മം എന്നുള്ളത് അധിഭൂതമായി, അനിലൻ അധിദൈവമായി, പ്രാണേന അംശേന സംസ്പർശം, പ്രാണന്റെ അംശം കൊണ്ടാണ് സ്പർശിക്കാൻ പറ്റുന്നത്. ആദ്യം പറഞ്ഞ പ്രാണൻ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമേ സ്പർശിക്കാൻ പറ്റുള്ളൂ. പ്രാണനില്ലെങ്കിൽ സ്പർശിക്കാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് സ്പർശനസുഖം അറിയാൻ പറ്റില്ല. കാരണം അവരിൽ എന്തില്ല? പ്രാണനില്ല. പ്രാണൻ നിലനിൽക്കുമ്പോൾ മാത്രമേ സ്പർശനസുഖമുള്ളൂ. നോക്കൂ എന്ത് വിദഗ്ധമായിട്ടാണ് വാക്ക് അവതരിപ്പിച്ചത്. പ്രാണേന അംശേന സംസ്പർശം, പ്രാണന്റെ അംശം കൊണ്ടാണ് സ്പർശം. ഏനാഫോ പ്രതിപദ്ധ്യത. അപ്പൊ അടുത്ത ത്വക്കുണ്ടായി. ത്വക്കിന്റെ ദേവത ആരാണ്? വായു. അതിന്റെ ഫലം എന്താണ്? സ്പർശം. അത്രയും കാര്യമില്ലെന്ന് അറിയട്ടെ. നിർഭിന്നാന്യർമാണി ലോകപാലോ നിരോവിശത് പ്രാണേനാംശേന സംസ്പർശം ഏനാഫോ പ്രതിപദ്ധ്യത്തെ. അഫ്യ ചർമാണി നിർഭിന്നാനി ലോകപാലഃ അനിലഃ
अंशेन प्राणेन अविशति येन संस्पर्शम् असौ प्रतिपद्यते निर्भिन्नान्यस्य धर्माणि लोकपालो निलोविशन् प्राणेनांशेन संस्पर्शं येनासौ प्रतिपद्यते कर्णावस्य विनद्भिन्नौ धिष्ण्यं त्वं विविशुर्दिशः श्रोत्रेणांशेन शब्दस्य सिद्धिं येन प्रपद्यते കർണൗ അഫ്യ വിനദ്ഭിന്നൗ അവന് പിന്നീടുണ്ടായത് ചെവികളാണ്. കർണൗ അഫ്യ വിനദ്ഭിന്നൗ ശിഷ്ണ്യം ഫം വിവിശുർദിശ വാസസ്ഥാനം ദിക്കുകളാണ്. ശബ്ദത്തിന്റെ ജ്ഞാനത്തെ ഉണ്ടാക്കലാണ്. ദിക്ദേവതകളാണ് ശ്രോത്രത്തിന്റെ ദേവത. ദിക്കുകളാണ്. വിവിശു ദിശ ദിക്കുകൾ അതിലേക്ക് പ്രവേശിച്ചു. ശ്രോത്രത്തിന്റെ അംശം കൊണ്ട് ശബ്ദത്തെ കേൾക്കാൻ സാധിച്ചു. അപ്പൊ ഇവിടെ വിരാട് പുരുഷന് ചെവികൾ ഉണ്ടായി, അല്ലെ കർണങ്ങൾ ഉണ്ടായി. ദിക്ദേവതകളാണ് ദേവന്മാർ. അതിന്റെ ഫലം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുക എന്ന്. കർണാവഫ്യഭിനഭിന്നോധിഷ്ണ്യം ഫം വിവിശുർദിശാം ശ്രോത്രേണ അംശേന ശബ്ദഫ്യസിദ്ധിം യേന പ്രപദ്യതേ. അഫ്യ കർണൗ വിനദ്ഭിന്നൗ ഫം ധിഷ്ണ്യം ദിശഃ വിവിശുഃ ശ്രോത്രേണ അംശേന യേന ശബ്ദസ്യ സിദ്ധിം പ്രപദ്യതേ. കർണാവഫ്യഭിനഭിന്നോധിഷ്ണ്യം ഫം വിവിശുർദിശാം ശ്രോത്രേണ അംശേന ശബ്ദസ്യ സിദ്ധിം യേന പ്രപദ്യതേ. ത്വചമഫ്യ വിനദ്ഭിന്നാം വിവിശുർധിഷ്ണ്യമൗഷധീഃ അംശേന രോമഭിഃ കണ്ടൂം യൈരസൗ പ്രതിപദ്യതേ. ത്വചം അഫ്യ വിനദ്ഭിന്നാം ത്വക്കിനെ വിനദ്ഭിന്നമാക്കി മാറ്റി. വിരാട് പുരുഷന് ത്വഗിന്ദ്രിയമുണ്ടായി. മുമ്പ് പറഞ്ഞത് ചർമ്മമാണ്, ഇപ്പൊ പറയുന്നത് ത്വക്കാണ്. രണ്ടും രണ്ടാണ് എന്ന് ഭാഗവതം ബോധ്യപ്പെടുത്തലാണ്. ത്വചമഫ്യ വിനദ്ഭിന്നം വിവിശുദ്ധിന്യം ഔഷധീഃ അവിടെ ഔഷധ ദേവതകൾ പ്രവേശിച്ചു. ഓഷധീശൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ആ വിരാട് പുരുഷന്റെ ത്വഗിന്ദ്രിയത്തിൽ പ്രവേശിച്ചു. അംശേന രോമഭി ആ ത്വഗിന്ദ്രിയത്തിലുള്ള രോമത്തിന്റെ അംശം കൊണ്ട് കണ്ടൂം യൈരസോപതിപതി. കണ്ടൂഹ് എന്ന് വെച്ചാൽ ചൊറിച്ചില്ലാണ്. കണ്ടൂഹീനം ചെയ്യാന്ന് വെച്ചാൽ ചൊറിയുക. കണ്ടൂഹു ചൊറിച്ചിലിനെ പ്രതിപദ്ധ്യതയെ പ്രാപിച്ചു. ഈ ശ്ലോകത്തിൽ വിരാട് പുരുഷന് ത്വഗിന്ദ്രിയമുണ്ടായി. അധ്യാത്മമാണ്. ഔഷധ ദേവതകൾ അതിൻ്റെ അധിദൈവമായി. അതിൻ്റെ അംശഭൂതമായ രോമങ്ങളോട് കൂടിയാണ് പ്രവേശിച്ചത്. ഈ രോമങ്ങൾ കൊണ്ടാണ് ചൊറിച്ചിൽ അറിയാൻ പറ്റുക. ചർമ്മങ്ങളെന്നും ത്വക്കെന്നും വെവ്വേറെ പറഞ്ഞിരിക്കുകയാണ്. തോലിലുള്ള രോമകൂപങ്ങളെയും തൊലിയെയും വേറെ സങ്കല്പിക്കും. ഈ ത്വക്കിൽ രോമകൂപങ്ങളുണ്ട്, തൊലിയുമുണ്ട്. രണ്ട് ഘടകം ത്വക്കിലുണ്ട്. ഒന്ന് തൊലി, അത് മൂടി വയ്ക്കാനുള്ളതാണ്. പിന്നെ രോമങ്ങൾ കിളിർത്തു വരുന്ന ഒരു ഭാഗം, ഒരു ലെയർ, അതാണ് ചർമ്മമെന്നും ത്വക്കെന്നും രണ്ട് വാക്കിൽ പറഞ്ഞത് കൊണ്ടാണ്. എത്ര വിദഗ്ധമായിട്ടാണ് ഒരു മനുഷ്യ ശരീരത്തെ പഠിച്ചത്. ഇന്നത്തെ ആധുനിക ഭിഷഗ്വരന്മാർ പഠിക്കുന്നതിനേക്കാൾ മനോഹരമായി ഓരോ അവയവങ്ങളെ കുറിച്ച് വിസ്തരിച്ച് പഠിക്കലാണ്. ത്വചമഫ്യഭിനദ്ഭിന്നാം വിവിശുർധിഷ്ണ്യമൗഷധീ അംശേന രോമഭി കണ്ടൂം യൈരസോ പ്രതിപദ്ധ്യതേ. അഫ്യ ത്വചം വിനദ്ഭിന്നാം ധിഷ്ണ്യം ഓഷധീഃ വിവിശുഃ
അംശേന രോമഭിः യൈः രോമഭിः അസൗ കണ്ടൂം പ്രതിപദ്യത്തെ ത്വചമസ്യ വിനർഭിന്നാം വിവിശുധിഷ്ണ്യമൗഷധീ അംശേന രോമഭിः കണ്ടൂം യൈരസോ പ്രതിപദ്യത്തെ മേക്ഷം തസ്യ വിനർഭിന്നം സ്വധിഷ്ണ്യം കൗപാവിശത് രേതസാംശേന യേനാസൗ ആനന്ദം പ്രതിപദ്യത്തെ മേക്ഷം തസ്യ വിനർഭിന്യം. മേക്ഷം ലിംഗമാണ്. പുല്ലിംഗ സ്ത്രീലിംഗത്തെ വേർപെടുത്തി കാണിക്കുന്ന ലിംഗം. ലീനമായ അർത്ഥത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ലിംഗം. അതിലാണ് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള ഭാവത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ലിംഗത്തിലാണ്. മേക്ഷം തസ്യ ഭിന്നം. അടുത്തത് ലിംഗത്തിന്റെ സ്ഥാനം പൊട്ടിപ്പുളർന്നു. അവിടെ സ്വധിഷ്ണ്യം ക ഉപാവിശത്. അവിടെ കഹ എന്ന് വെച്ചാൽ പ്രജാപതി എന്ന ദേവൻ. ക എന്ന വാക്കിനർത്ഥം പ്രജാപതി എന്ന്. അവിടെ പ്രജാപതി എന്ന ദേവത അതിലേക്ക് പ്രവേശിച്ചു. രേതസ അംശേന, അതിലുള്ള രേതസിന്റെ അംശം കൊണ്ട്, ശുക്ലാംശം കൊണ്ട് അസൗ ഈ ജീവൻ ആനന്ദം പ്രതിപദ്യത, ശുക്ല വിസർജനം കൊണ്ട് അനുഭവിക്കുന്ന ആനന്ദത്തെ പ്രാപിക്കുന്നു ഈ പുരുഷൻ. അപ്പം ഇപ്പോൾ അവന്റെ ലിംഗം വേർപിരിയുന്നു, ലിംഗസ്ഥാനം ഉണ്ടാകുന്നു. അത് എന്താണ്? അധിഭൂതമാണ്. പിന്നീട് അതിൽ പ്രജാപതി എന്ന ദേവതയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അത് അധിദൈവമാണ്. ലിംഗം ഒരു ദേവതാത്മകമാണ്. അതിൻ്റെ രേതസിന്റെ വിസർജനം കൊണ്ട് ഇയാൾ ആത്മാനന്ദം അനുഭവിക്കുന്നു. ഇത് അതിൻ്റെ ഫലമാണ്. മേക്ഷം തസ്യ വിനർഭിന്നം സ്വധിഷ്ണ്യം കൗപാവിശൻ രേതസാംശേന യേനാസൗ ആനന്ദം പ്രതിപദ്യത്തെ. തസ്യ മേക്ഷം വിനർഭിന്നം സ്വധിഷ്ണ്യം ക ഉപാവിശത് രേതസ അംശേന യേന അസൗ ആനന്ദം പ്രതിപദ്യത്തെ. മേക്ഷം തസ്യ വിനർഭിന്നം സ്വധിഷ്ണ്യം ക ഉപാവിശത് രേതസാംശേന യേനാസാവ ആനന്ദം പ്രതിപദ്യത്തെ. മേക്ഷം തസ്യ വിനർഭിന്നം സ്വധിഷ്ണ്യം ക ഉപാവിശത് രേതസാംശേന യേനാസോ ആനന്ദം പ്രതിപദ്യത്തെ. ഉദം പുംസോ വിനർഭിന്നം മിത്രോ ലോകേശ ആവിശത് വായുന അംശേന യേനാസോ വിസർഗം പ്രതിപദ്യത്തെ. ബുധമെന്ന സ്ഥാനം വേർപിരിഞ്ഞു. മലവിസർജനത്തിൽ ഉപയോഗിക്കുന്ന ബുധമെന്ന സ്ഥാനം വേർപിരിഞ്ഞു. അതിൻ്റെ ദേവൻ മിത്രൻ ആണ്. സൂര്യന്റെ പര്യായങ്ങളിൽപ്പെടുന്ന ഒരാളാണ് മിത്രൻ. അത് ലോകേശനാണ്. ആ മിത്രൻ അതിലേക്ക് ആവേശിച്ചു. പായുന അംശേന യേനാസോ വിസർഗം പ്രതിപദ്യത. ആ പായു എന്ന ബുധമെന്ന ഇന്ദ്രിയത്തിൽ കൂടി വിസർഗത്തെ നോക്കും. അടുത്തത് ബുധമെന്ന അവയവം വേർപിരിയുന്നു. അതിൻ്റെ ദേവത മിത്രനാണ്. അതുകൊണ്ട് വിസർഗം സാധിക്കുന്നു. അപ്പം വിസർജനത്തിന് തടസ്സം വന്നാൽ മിത്രൻ എന്ന ദേവനെ സ്മരിച്ചാൽ മതി, ആരാധിച്ചാൽ മതി, സുഖമായ വിസർജനം ഉണ്ടാക്കിയെടുക്കാം. അതിനാണ് ഓരോന്നിൻ്റെയും ദേവതകൾ ആരാണെന്ന് മുന്നിൽ വെച്ചത്. ഇതെല്ലാം ദേവാംശമാണ്. ഇതിലൊക്കെ ദേവന്റെ സാന്നിധ്യമുണ്ട് എല്ലായിടത്തും. ഇത് മിത്രദേവനാണ്, ബുധത്തിലെ ദേവൻ. ബുധം പുംസോ വിനർഭിന്നം മിത്രോ ലോകേശ ആവിശത് വായുന അംശേന യേനാസോ വിസർഗം പ്രതിപദ്യത്തെ. പുംസഃ ബുധം വിനർഭിന്നം ലോകേശഃ മിത്രഃ ആവിശത് യേന വായുന അംശേന അസോ വിസർഗം പ്രതിപദ്യത്തെ. ബുധം പുംസോ വിനർഭിന്നം മിത്രോ ലോകേശ ആവിശത് വായുന അംശേന യേനാസോ വിസർഗം പ്രതിപദ്യത്തെ. ബുധം പുംസോ വിനർഭിന്നം മിത്രോ ലോകേശ ആവിശത് വായുന അംശേന യേനാസോ വിസർഗം പ്രതിപദ്യത്തെ. കയ്യും കാലും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ 10 ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവുമാകും. പിന്നെ തുടർന്ന് ബുദ്ധി, മനസ്സ് എന്നിങ്ങനെ ഓരോ വിഷയങ്ങൾ എങ്ങനെയുണ്ടായി എന്ന് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ്.
നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. ഈ ക്ലാസ് തീർന്നതിന് ശേഷം ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, ഇങ്ങനത്തെ പ്രശ്നം പരിഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.